ഇപ്പോൾ ഇന്നലെ ഇസ്രയേലിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യമാണ്, ആയത്തുള്ള ഖൊമേനി ഇല്ലാതായാൽ അന്ന് ഈ യുദ്ധം തീരും. കാരണം ഇറാനുമായി ശത്രുത ഇല്ല എന്നാണ് പറയുന്നത്. പുള്ളി അഭിസംബോധന ചെയ്യുന്നത് ഇറാനിലെ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് നല്ലൊരു ഭാവി വരുന്നുണ്ട്, അതുകൊണ്ട് ഖൊമേനി ഞാൻ ഇല്ലാതാക്കി നിങ്ങളുടെ കൂടെ നിന്ന് നമുക്ക് ഒരുമിച്ച് പോകാമെന്നാണ് പുള്ളി പറയുന്നത്. അത് മറ്റുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും അംഗീകരിക്കാം? നമ്മൾ ഖൊമേനി കഴിഞ്ഞാൽ ശാന്തമാകുമോ? സൗദിയും മറ്റ് അറബ് രാജ്യങ്ങളും അവർ അംഗീകരിക്കുമോ ഖൊമേനി ഇല്ലെങ്കിൽ? ഇറാന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ ഇസ്ലാമിക രാഷ്ട്രങ്ങളാകട്ടെ, അല്ലെങ്കിൽ സെമിറ്റിക് മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ജൂതമതമാകട്ടെ, ക്രിസ്തു മതമാകട്ടെ, ഈ മതങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയം എന്ന് പറയുന്നത് യുക്തിരഹിത പ്രത്യയശാസ്ത്രമായിട്ട് നിൽക്കുന്നവര്. അപ്പൊ ഇറാന്റെ ആ ഒരു ഇന്ന് കാണുന്ന ഇറാനായി മാറുന്ന 1979 ബന്ധപ്പെട്ട് വരുന്ന ആ ഇറാൻ ഒരു വിപ്ലവമുണ്ട്, അതിനോടൊക്കെ ബന്ധപ്പെട്ടാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആയത്തുള്ള ഖൊമേനി അങ്ങോട്ട് അധികാരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന കുറേ ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ ആയത്തുള്ള ഖൊമേനി ആദ്യത്തെ കാലഘട്ടത്തിൽ പറയുന്നത് ഞാൻ ഒരിക്കലും അധികാരത്തിലേക്ക് വരില്ല എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം മതപണ്ഡിതനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അധികാരം കിട്ടുമ്പോൾ ആ അധികാരം കൈയാളുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ കുറേ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ, അതായത് അധികാരം കിട്ടിയാൽ അവരുടെ ഇടയിൽ അവരുടെ മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മതങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അപ്രമാദിത്വം സ്ഥാപിച്ചെടുക്കാൻ എല്ലാ കാലത്തും ശ്രമിക്കും. അപ്പോൾ ഖൊമേനി എന്ന് പറയുന്നത് തന്നെ ദൈവത്തിന്റെ നിഴലാണ്. ഖൊമേനി എന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്നത് ഈ ഷിയാക്കളെ സംബന്ധിച്ച് അവരുടെ പ്രവാചകന് തുല്യമായിട്ടുള്ള ഒരാളാണ്. പരമോന്നത നേതാവ് എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെയാണ്, പ്രവാചകന് തുല്യമായ ഒരാളാണ് അവർ കാണുന്നത്, തുല്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഖൊമേനി പോയാലും ആ ഒരു സ്ഥാനത്തേക്ക്, ഖൊമേനി എന്ന് പറയുന്ന സ്ഥാനപ്പേരാണല്ലോ, ആ സ്ഥാനപ്പേര് അവിടെ നിലനിൽക്കുന്ന കാലത്തോളം മറ്റൊരു വ്യക്തി കടന്നു വരും. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സൗദി ഭരണകൂടങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ശക്തമായ ഒരു ശൃംഖലയുണ്ട്. ഈ ശൃംഖലകളെല്ലാം ചേർന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു കാര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം പ്രവാചകന് തുല്യമായ ഒരു സ്ഥാനമാണ് ഈ ഷിയാക്കളോട് ബന്ധപ്പെട്ട് വരുന്ന അലിക്ക് നൽകിയിരിക്കുന്നത്. അലി എന്ന് പറയുന്നത് പ്രവാചകന് തുല്യമാണെന്ന് പറഞ്ഞു. അതായത് അലിക്ക് കിട്ടിയിട്ടുള്ള അരുളിപ്പാടുകളെല്ലാം, അല്ലെങ്കിൽ പ്രവാചകന് തുല്യമായ അരുളിപ്പാടുകൾ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അലിയാണെന്ന് അവർ വിശ്വസിക്കുന്നത്. ആ അലിയുടെ ആശയമായിട്ട് നിലനിൽക്കുന്ന ഷിയാക്കളെ അംഗീകരിക്കാൻ ഇസ്ലാമിക ലോകം ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ വ്യതിരിക്തമായ കാഴ്ചപ്പാടുമായിട്ട് നിലനിൽക്കുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ യുക്തിരഹിത പ്രത്യയശാസ്ത്രത്തിന്റെ ഏറ്റവും മകുടമായ ഒരു ഉദാഹരണം തന്നെയാണ് ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത്. ആ ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രാജ്യം അതിൻ്റെ പരമോന്നതമായ ഒരു അധികാരത്തിലേക്ക് എത്തിയപ്പോൾ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരുന്നു? ആ കാഴ്ചപ്പാടുകൾ അവിടെയും വരുന്നുണ്ട്. സ്ത്രീകളോട് ബന്ധപ്പെട്ട് ഒരു സ്വാതന്ത്ര്യമില്ലായ്മ ചെയ്യുന്നുണ്ട്. ചിരിക്കാൻ പാടില്ലെന്ന നിയമം വരുന്നു. ഇസ്ലാമിൽ ഹാസ്യത്തിനോ അല്ലെങ്കിൽ ചിരിക്കു തന്നെ സ്ഥാനമില്ലെന്നുള്ള കാഴ്ചപ്പാടുകളെല്ലാം ഖൊമേനിയോട് ബന്ധപ്പെട്ട് ഈ ഇറാനിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരം നിശ്ചിതമായി വിമർശിക്കപ്പെടേണ്ട കാഴ്ചപ്പാടുകളാണ് അവരും പുലർത്തുന്നത്. ഈ പുലർത്തുന്നവർ തമ്മിൽ ഒന്നിച്ചു പോകാൻ കഴിയാത്ത ഒറ്റക്കാര്യമുള്ളൂ. കാരണം അലിയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഐഡന്റിറ്റിയെ എല്ലാ കാലത്തും ഈ ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന ജനവിഭാഗം മുൻനിർത്തുകയാണെങ്കിൽ ഇവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ മാത്രം ഒരു പ്രശ്നമുള്ളൂ. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റും. പക്ഷേ അപ്പോഴും ഈ കർബല യുദ്ധത്തോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അവരുടെ പ്രാധാന്യം കൽപ്പിക്കുന്ന ചില ഇടങ്ങളുണ്ട്. ഈ ഇടങ്ങൾ എന്ന് പറയുന്നത് മക്കയ്ക്ക് തുല്യമായ പ്രാധാന്യമാണ് ഷിയ വിശ്വാസികൾ കൊടുക്കുന്നത്. ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന വിശ്വാസ സമൂഹത്തോട് ബന്ധപ്പെട്ടവരാണ് സൗദിയുടെ കീഴിൽ അണിനിരക്കുന്ന കേരളത്തിലുൾപ്പെടെയുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഇതെല്ലാം ശിർക്കാണ്. അതായത് ദൈവവിശ്വാസത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ആ രാജ്യം ഈ പറയുന്ന രീതിയിലേക്ക് ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് നിലനിൽക്കുന്ന അവർ ആഗ്രഹിക്കുന്നു. മറിച്ച് ഇസ്ലാമിക രാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്, ഇസ്ലാമിക രാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന ഒരു വാദഗതിയുണ്ട്, ഇസ്ലാമിക രാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യകതയുണ്ട്. അത് പാലസ്തീനോട് ബന്ധപ്പെട്ട്, ആ പാലസ്തീനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആവശ്യം നേടിയെടുക്കാൻ ഈ ഒരു ശക്തി മാത്രമേ ഇന്ന് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ശക്തമായ ഒരു എതിർകക്ഷിയായിട്ട് നിൽക്കുന്നുള്ളൂ എന്നുള്ളൊരു തോന്നൽ ഈ ജനങ്ങളുടെ ഇടയിൽ പ്രബലമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ പോകുന്നത്. അങ്ങനെ വരുമ്പോഴും ഇസ്രായേൽ എന്തെങ്കിലും പരാജയപ്പെട്ടാൽ ഈ പറയുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഇറാനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാലഘട്ടവും വിദൂരമല്ല. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ നിൽക്കാൻ ഏറ്റവും ബലപ്പെട്ട, അതായത് ആയുധ സമ്പത്തുള്ള രാജ്യം, യുദ്ധത്തിൽ ഏറ്റവും മിടുക്കരായ രാജ്യം, ആ രീതിയിലാണ് ഇറാനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇറാനാണ് ജയിച്ച് കയറുന്നതെങ്കിൽ സംഗതി തിരിയും. പിന്നെ ഇറാനെതിരെ ഒരിക്കലും ഒരുമിച്ചുള്ള ഈ ആക്രമണം. കാരണം ഇറാന്റെ താല്പര്യങ്ങളെന്നും സൗദിക്കെതിരായിരിക്കും. ഇതുവരെയുള്ള നിലപാട് വെച്ച് നോക്കുമ്പോൾ സൗദിക്കെതിരെ തന്നെയായിരിക്കും തീർച്ചയായിട്ടും. കാരണം ഹജ്ജിന് വന്ന ഹാജിമാരെ പോലും കൊല ചെയ്ത ചരിത്രം സൗദി അറേബ്യയോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും അവർക്ക് മറന്നു കളയാൻ പറ്റുന്നതല്ല. അവരുടെ പരിപാവനമായ ഇടങ്ങളില്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വഹാബിസത്തോട് ബന്ധപ്പെട്ട് വരുന്ന സൗദി ഭരണകൂടത്തിന് കീഴിലാണ്. സൗദി ഭരണകൂടത്തിന്റെ കീഴിലാണ് ഈ പറയുന്ന വിശ്വാസി സമൂഹം മൊത്തം നിലനിൽക്കുന്ന ഒരു തോന്നൽ ഇറാനെ സംബന്ധിച്ചുണ്ട്.
അപ്പോൾ അത് അവർ കളഞ്ഞു പിടിക്കാൻ ശ്രമിക്കില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള ഒരു അപ്രമാദിത്വം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കും. ഇറാൻ എന്ന് പറയുന്ന ചെറിയൊരു സാമ്രാജ്യമല്ലല്ലോ. ഇപ്പോൾ നമ്മൾ സാമ്രാജ്യം എന്ന് പറയുന്ന രാജ്യമായിട്ട് കണക്കാക്കുമ്പോൾ ലോകം പിടിച്ചടക്കിയ സൈറസ് എന്ന് പറയുന്ന അഖിമിദിയൻ സാമ്രാജ്യത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രബലമായ രാഷ്ട്രം ഉൾപ്പെട്ട, അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്ന ഉണ്ടായിട്ടുള്ളതാണ് ഈ പറയുന്ന പേർഷ്യ എന്ന് പറയുന്നത്. ആ പേർഷ്യ തന്നെയാണ് ഇറാനായി മാറുന്നത്. ആര്യ സംസ്കൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ പ്രദേശമായിരുന്നു ഇറാൻ എന്ന് പറയുന്നത്. ആ ഇറാൻ സമ്പന്നമായ രാജ്യമാണ്. അവരുടെ ചരിത്രം എന്ന് പറയുന്ന ആ ചരിത്രത്തോട് കിടപിടിക്കുന്ന ഒരു സംസ്കാരം അറേബ്യൻ സംസ്കാരത്തിനില്ല. അത് തന്നെയാണ് സുന്നി ഷിയ വേർതിരിവിന്റെ ഏറ്റവും പ്രകടമായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം ഈ ഇറാനിലെ വിശ്വാസികൾ അല്ലെങ്കിൽ മതവിശ്വാസികളെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. പ്രവാചകനായ മുഹമ്മദിന്റെ ആശയങ്ങളെ ഞങ്ങൾ സ്വീകരിക്കാം, പക്ഷേ പുൽച്ചാടിയും അതുപോലെ അലഞ്ഞിതിരിഞ്ഞ് നടക്കുന്നവരും പുൽച്ചാടിയും മറ്റുള്ളവരും ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജനത മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തിന് കീഴ്പ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഷിയ വിശ്വാസികൾ പറയുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ ജന്മന ആര്യൻ വംശജരാണ്. ഇറാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ലാൻഡ് ഓഫ് ആര്യൻസ് എന്നാണ്. ആ ഒരു വിശ്വാസം പുലർത്തുന്നവർ ഉന്നത കുലജാതരാന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ആ സൈറസിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ചരിത്രബോധം അവരുടെ ഉള്ളിലുണ്ട്. കാരണം ലോകത്തെ മുഴുവൻ കീഴടക്കിയ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന അഖിമിദിയൻ സാമ്രാജ്യത്തോട് ബന്ധപ്പെട്ട് വരുന്ന സൈറസ്, ആ സൈറസിന്റെ ആ ഒരു ചരിത്രം പേറുന്ന ജനവിഭാഗത്തെ സംബന്ധിച്ച് ഇസ്ലാം മതം നിലനിർത്തിക്കൊണ്ടാണെങ്കിൽ കൂടിയും ലോകത്തെ കീഴടക്കണമെന്നുള്ളൊരു ആർജവം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അവരിൽ ഉണ്ടായിരിക്കും എന്നുള്ള സ്വാഭാവികമാണ്. അവരൊരിക്കലും ഈ അറബ് വംശജരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് കീഴ്പ്പെടുമെന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകേണ്ട. കാരണം അറബ് ഭാഷ അല്ലെങ്കിൽ ഇസ്ലാം മതം ഉണ്ടായതിനു ശേഷം ഇസ്ലാം മതം ഇറാൻ കീഴടക്കി അവിടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചതിന്റെ ഭാഗമാണ് പേർഷ്യൻ സംസ്കാരത്തിന്റെ ഈ നാശമുണ്ടാകുന്നത്, പേർഷ്യൻ ഭാഷ ഇല്ലാതാകുന്നത്. അതിനോട് ബന്ധപ്പെട്ടാണ് സൊറാസ്ട്രിയൻ മതവിഭാഗക്കാരും ഇന്ത്യയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ചേക്കേറുന്നത്. പാഴ്സികളോട് ബന്ധപ്പെട്ട് വരുന്ന ചരിത്രം അങ്ങനെയാണ്. അപ്പോൾ വളരെ പ്രബലമായ ഒരു സാമ്രാജ്യം, ആ സാമ്രാജ്യം നിലനിന്നൊരു സ്ഥലത്താണ് ഇന്ന് ഇറാൻ നിലനിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ രക്തത്തിൽ, അവരുടെ ചേതോവികാരത്തിൽ ആ ഒരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് ഇറാനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അപ്രമാദിത്വം മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഈ പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, എല്ലാം കീഴടക്കണമെന്നുള്ള ഒരു കീഴ്പ്പെടുത്തിയെടുക്കണമെന്നൊരു കാഴ്ചപ്പാട് ഇറാൻ്റെ ഉള്ളിൽ ഉണ്ടാകാനുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും ഉണ്ടെന്ന് തന്നെ വിചാരിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. ഒരു സാമ്രാജ്യം വീണ്ടും കെട്ടിപ്പടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടാകുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുന്നത് സൗദിയിൽ ഫാഷൻ വരെ നടക്കുന്നുണ്ട്. അതുപോലെ പല രാജ്യങ്ങളും അറബിക് രാജ്യങ്ങളെല്ലാം പുരോഗതിയിലേക്കോ അല്ലെങ്കിൽ മോഡേൺ സംസ്കാരത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇറാനിൽ ഇതെല്ലാം ഉണ്ടായിരുന്നില്ല. ഇറാനിലൊരു ഷായുടെ ഭരണകാലത്ത് ഇതിലും ഫ്രീഡം അവർ ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യത്തിലും ശരിക്കും ഒരു പാശ്ചാത്യ രാജ്യം പോലെ തന്നെ ആയിരുന്നില്ലേ ഇറാൻ ഉണ്ടായിരുന്നു? പല്ലവി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. സ്ത്രീകൾ സ്കേർട്ട് ഉപയോഗിച്ച് നടക്കുന്നു, മിഡി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈജിപ്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. ഈ ഈജിപ്തിൽ പോലും ഈ പറയുന്ന ഹിജാബ് ഒന്നും നിർബന്ധമില്ലാത്ത കാലഘട്ടങ്ങൾ വളരെ വിദൂരമല്ല, അത് ഈ അടുത്ത കാലത്തായിരുന്നു. ഈജിപ്ഷ്യൻ ലേഡീസിന്റെ പഴയ കഥകളും ചരിത്രങ്ങളും പറയുന്നത് പോലത്തെ ആയിരുന്നു. ഈ ഇസ്ലാം മതം കുറച്ചു ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് ഇസ്ലാം മതം ഇതിൻ്റെ ഒരു രൂപമാറ്റം സംഭവിച്ചപ്പോഴാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഈ നിയമം സൗദിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് ഇത്രക്ക് എന്താ പറയുക കഠിനതയുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഐഡന്റിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുകരണമാണ്. അറബികളോട് ബന്ധപ്പെട്ട് വരുന്നവർ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ അനുകരിച്ചാൽ മാത്രമേ ഞങ്ങൾ മുസ്ലിങ്ങളാവൂ എന്നൊരു തോന്നൽ വിശ്വാസികളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്ന കാലാവസ്ഥയോട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ നമുക്കറിയില്ല ഭൂമിശാസ്ത്രപരമായ ചില ഘടകങ്ങൾ അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അവൻ്റെ വ്യക്തിത്വത്തെയും നിയന്ത്രിക്കുന്നൊരു കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാണ്. പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്നും വിശ്വസിക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ ഈ പറയുന്ന പ്രകൃതിയോട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഞങ്ങളെ സ്വാധീനിക്കുന്നു. ഞങ്ങൾ കെട്ടിലും മട്ടിലും അറബികളാണെന്ന് ചമയുന്നവരാണെന്നൊരു തോന്നൽ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഒരു പരിഷ്കാരങ്ങളുടെ പുറകെ ഒരു പോകുന്നത്. ഇത് പരിഷ്കാരങ്ങളല്ല, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അജ്ഞതയാണ്. നേരത്തെ പറഞ്ഞ പോലെ അനുകരണമാണ്. യുക്തിരഹിത പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഇവിടെയാണ്. കാരണം ഈ ഒരു വസ്ത്രധാരണത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ പറയുന്ന യഥാർത്ഥ മുസ്ലിമാണെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം മാത്രമാണ്. പക്ഷെ ചെയ്യുന്ന ചെയ്തികളോ നമുക്കറിയാമല്ലോ. ഇത് ഇവർ പറഞ്ഞു വെക്കുന്ന ആശയമാണ്. ആദമിന്റെ സന്തതികളാണ് ഭൂമിയിൽ എല്ലാ ജനങ്ങളെന്ന് പറയുമ്പോൾ ഇസ്രായേലികൾ എന്ന് പറയുന്ന വിഭാഗം ആദമിന്റെ സന്തതികളല്ല എന്ന് പറയുമ്പോൾ രണ്ടാദമുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റൊരു സൃഷ്ടി നടത്താൻ ശേഷിയുള്ള ഒരു വിഭാഗം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത് യുക്തിരഹിത പ്രത്യയശാസ്ത്രങ്ങളാണ് ഇസ്ലാം മതമോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഈ മതവിഭാഗങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ആദമിനോട് ബന്ധപ്പെട്ട് വിഭാഗങ്ങളാണ് ഈ പറയുന്ന മനുഷ്യരെല്ലാം എന്നുള്ളൊരു ആശയം വെക്കുമ്പോൾ തന്നെയാണ് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് വരുന്ന ജൂതന്മാർ അവർ ആദമിന്റെ സന്തതികളെ അല്ലെങ്കിൽ അവർ പിന്നെ ആരെയെന്നൊരു ചോദ്യമാണ് ഇവർ മറുപടി പറയേണ്ടത്.